ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു മാമ്പഴ ഹലുവയാണ്. അതിലേക്ക് ഒരു മാമ്പഴം ഞാൻ ചെത്തി കഴുകി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ഞാനിതിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മാമ്പഴം അടിച്ചെടുത്തിട്ടുണ്ട്. മാമ്പഴവും ഒരു 50 ഗ്രാം ഗോതമ്പ് പൊടിയും കൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് അരച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം സ്റ്റൗ ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴവും ഗോതമ്പ് പൊടിയും ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ടില്ല, ഇനിയാണ് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മാമ്പഴക്കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കൈവിടാതെ ഒന്നിളക്കി ഇതിലേക്ക് അല്പം ബദാം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ആവശ്യത്തിന് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് വേണ്ട, നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അത് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ, നല്ല തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നെയ്യെല്ലാം തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പം മാമ്പഴം ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ ഹലുവ ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ മാമ്പഴ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.